നമസ്കാരം, എൻ്റെ പേര് ലിജി ജോസ്. ഞാൻ കോട്ടയം SH മെഡിക്കൽ സെൻ്ററിൽ ഡയറ്റീഷ്യനാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതികഠിനമായ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കണം എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഒരു സമയത്ത് കഴിവതും മാംസാഹാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ചെയ്യാം. ഇവ നമുക്ക് ദഹിക്കാൻ വളരെയധികം സമയം എടുക്കുന്നതിനാൽ ശരീരത്തിന് വളരെയധികം ചൂട് വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഈ സമയത്ത് സ്പൈസസ് അടങ്ങിയ ഫുഡുകൾ, അതായത് എരിവ്, പുളി, മസാല അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, സ്ട്രോങ് ആയിട്ടുള്ള ചായ, കാപ്പി ഇവയുടെ ഉപയോഗം നിങ്ങൾ നിയന്ത്രിക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ ഇവ നമുക്ക് ഒരുപാട് ദോഷകരമായിരിക്കും നമുക്ക് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും ഈ ചൂടുകാലത്ത് ഏറ്റവും ഉപകാരപ്രദം. കാരണം ഇവ ശരീരത്തിൻ്റെ ജലാംശം കുറയ്ക്കുകയും നമുക്ക് സ്ട്രോക്ക് വരാൻ വളരെയധികം സാധ്യത കൂടുതലുമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഈ സമയത്ത് കഴിക്കുന്നത് നിയന്ത്രിക്കുക. ഡ്രൈ ഫ്രൂട്ട്സിൽ ജലാംശത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് എന്നാണ് ഇതിൻ്റെ പ്രധാന കാരണം. മധുരം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കുക. ഇവ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും അത് കിഡ്നി പോലുള്ള ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എടുത്തു പറയേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചൂടുകാലത്ത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പറയാനുള്ള കാരണം, നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം ധാരാളം കുടിക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ശരീരത്തിന് തണുപ്പ് നൽകുമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ശരീരം വളരെയധികം ചൂടിലേക്ക് മാറുന്നതിനാൽ അത് നമ്മുടെ ഡീഹൈഡ്രേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ വളരെയധികം ആരോഗ്യത്തോടെ നമുക്ക് നിലനിർത്താം.